വായുവിൽ നിന്ന് വെണ്ണ സംശയിക്കേണ്ട കാര്യമുള്ളതാണ്. ബിൽഗേറ്റ്സിന്റെ പിന്തുണയോടെ കാർബണിൽ നിന്ന് ബട്ടർ നിർമ്മിച്ച ഒരു കമ്പനി ക്ലൈമറ്റ് ചേഞ്ചിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ്. അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ മേഖലയിൽ തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണ് ഈ ഒരു കമ്പനി. അതെ, ഇങ്ങനെ ഒരു കൗതുകകരവും അതുപോലെ വിപ്ലവകരവുമായ ഒരു പുതിയ കണ്ടുപിടുത്തം ലോക ശ്രദ്ധ നേടുകയാണ്. ബിൽഗേറ്റ്സിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സേവർ എന്ന കമ്പനി മൃഗങ്ങളെയോ സസ്യങ്ങളെയോ ആശ്രയിക്കാതെ കാർബണിൽ നിന്ന് നേരിട്ട് വെണ്ണ, അതായത് ബട്ടർ നിർമ്മിക്കുന്നു. ഈ കാർബൺ ബട്ടർ സാധാരണ ബട്ടറിന്റെ തന്നെ രുചിയും ഘടനയും നിലനിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഭക്ഷ്യ വിപ്ലവത്തിന് തുടക്കമിടാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു കാർബൺ ബട്ടർ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വെണ്ണയുടെ പ്രധാന അസംസ്കൃത വസ്തു കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സേവറിന്റെ ടെക്നോളജി ഇങ്ങനെയാണ്: കാർബൺ ഡൈ ഓക്സൈഡ് നേരിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ഹൈഡ്രജനുമായി സംയോജിപ്പിച്ച് ഫാറ്റ് തന്മാത്രകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിലൂടെ ലഭിക്കുന്ന ഫാറ്റ് ആണ് പിന്നീട് ബട്ടറായി മാറുന്നത്. യഥാർത്ഥ വെണ്ണയിൽ കാണപ്പെടുന്ന ഫാറ്റ് തന്മാത്രകൾക്ക് രാസപരമായി തുല്യമായ തന്മാത്രകളാണ് ഈ പ്രക്രിയയിലൂടെയും സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് രുചിയിലും ഘടനയിലും ഇവ സാധാരണ വെണ്ണയോട് അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ സാധാരണ ബട്ടർ, അതായത് പരമ്പരാഗതമായ വെണ്ണ, ഇത് നിർമ്മിക്കാനായിട്ട് വലിയ അളവിൽ ഭൂമി, വെള്ളം, കന്നുകാലികളൊക്കെ ആവശ്യമാണ്. ഇത് വലിയ തോതിലുള്ള കാർബൺ എമിഷൻ, അതായത് കാർബൺ ബഹിർഗമനത്തിനും കാരണമാകുന്നുണ്ട്. എന്നാൽ സേവറിന്റെ ഈ ഒരു പുതിയ ഉൽപാദന രീതിക്ക് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഭൂമിയും വെള്ളവും ഒക്കെ ആവശ്യമായി വരുന്നുള്ളൂ. മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു കാർബൺ നെഗറ്റീവ് ഉൽപ്പന്നമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ബിൽഗേറ്റ്സിന്റെ പിന്തുണയും കാഴ്ചപ്പാടും താല്പര്യവും ഒക്കെ ഒന്ന് പരിശോധിക്കാം. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽഗേറ്റ്സ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ സാങ്കേതിക വിദ്യകളിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായ ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചേഴ്സ് വഴിയാണ് സേവറിന് സാമ്പത്തിക സഹായം നൽകുന്നത്. ഈ കണ്ടുപിടുത്തം കേവലം ഒരു പരീക്ഷണം മാത്രമല്ല എന്നും ഭാവിയിൽ ഫുഡ് പ്രൊഡക്ഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണെന്നും ബിൽഗേറ്റ്സ് വിശ്വസിക്കുന്നുണ്ട്. താൻ ഈ ഒരു ബട്ടർ രുചിച്ചു നോക്കിയെന്നും ഇത് സാധാരണ ബട്ടറിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം തന്റെ ബ്ലോഗിൽ പറയുകയും ചെയ്തു. സേവർ ഇതിനോടകം തന്നെ ചില റെസ്റ്റോറന്റുകളുമായും ബേക്കറികളുമായും ഒക്കെ സഹകരിച്ച് തങ്ങളുടെ ഉൽപ്പന്നം പരീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ കാർബൺ ബട്ടർ ഉപയോഗിച്ചുണ്ടാക്കിയ ചോക്ലേറ്റുകൾ പുറത്തിറക്കാനും അവർ പദ്ധതിയിടുന്നുണ്ട്. കൺസ്യൂമർ ഉൽപ്പന്നം എന്ന നിലയിൽ 2027ഓടെ ഇത് സാധാരണക്കാർക്ക് ലഭ്യമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ ബട്ടർ പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കുന്ന പാം ഓയിലിനും മറ്റ് കൊഴുപ്പുകൾക്കും ഒരു മികച്ച ബദലാകുമെന്നും കരുതുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾക്ക് എപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ടല്ലോ, അതുപോലെ ഇവിടെയുമുണ്ട്. കാർബൺ ബട്ടറിന്റെ വില, ഉൽപാദനം വ്യാവസായിക അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പരമ്പരാഗത കാർഷിക മേഖലയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടം തുടങ്ങിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഭാവിയിൽ ഭക്ഷണ രീതികളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഇതുപോലെ ഇക്കോ ഫ്രണ്ട്ലി ആയ ഫുഡ് പ്രോഡക്ട്സിന്. സോളാർ ഫുഡ്സ് ആണത്. സേവറിന് സമാനമായ മറ്റൊരു നൂതന ഉൽപ്പന്നം പുറത്തിറക്കിയ കമ്പനിയാണ് ഫിൻലൻഡിലെ സോളാർ ഫുഡ്സ്. അവർ സോളൻ എന്ന പേരിൽ വായുവിൽ നിന്നും വൈദ്യുതിയിൽ നിന്നും പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ പൊടി പാല്, ഇറച്ചി ഉൽപ്പന്നങ്ങൾ, ബ്രെഡ്, നൂഡിൽസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാനാകും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ടെക്നോളജികളൊക്കെ പരമ്പരാഗത കൃഷിരീതികൾക്ക് പുറത്ത് ഭക്ഷണം എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവുകളാണ്. നമ്മുടെ ഭക്ഷ്യശീലങ്ങൾ ഭാവിയിൽ എങ്ങനെ മാറും എന്നതിന്റെ ഒരു സൂചന നൽകുന്നതാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ ഇത്തരം നൂതന പരിഹാരങ്ങൾ ലോകത്തിന് വളരെ പ്രധാനമാണ്.